ഓക്കെ, ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മളിന്ന് പറയുന്നത് ഡ്യൂട്ടീസ് ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്നുള്ളൊരു ഭാഗമാണ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ പ്രധാനപ്പെട്ടുള്ള ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും, അതായത് അവരുടെ ചുമതലകളും ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ പ്രധാനപ്പെട്ടുള്ള ചുമതലകളും ഉത്തരവാദിത്തങ്ങളും എന്ന് നോക്കാം. 7 തരത്തിലാണ് അതിനെ വിഭജിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ പറയുന്നത് ട്രസ്റ്റിഷിപ്പ്, സെക്കൻഡ് വൺ ഫോർമുലേഷൻ ഓഫ് വിഷൻ, ഒബ്ജക്ഷൻ ആൻഡ് പോളിസീസ്, second one, third one, designing organizational structure, fourth one, selection of top executives, fifth one, financial sanctions, sixth one, feed forward and feedback, seventh one, link between the company and the external environment. നമുക്ക് ഓരോന്നേരം നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് ട്രസ്റ്റിഷിപ്പ്. എന്താണ് ട്രസ്റ്റിഷിപ്പ് എന്ന് നോക്കാം. ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആക്ട്സ് ആസ് ട്രസ്റ്റീസ് ടു ദ പ്രോപ്പർട്ടി ആൻഡ് വെൽഫെയർ ഓഫ് ദ കമ്പനി. കമ്പനിയുടെ പ്രോപ്പർട്ടിയുടെയും വെൽഫെയറിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ട്രസ്റ്റീസ് ആയിട്ട് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആക്ട് ചെയ്യുന്നു. ഹെൻസ് ദ ബോർഡ് മസ്റ്റ് യൂസ് ദ കമ്പനീസ് പ്രോപ്പർട്ടീസ് ഫോർ ദ ലോങ് റൺ ഗെയിൻ ഓഫ് ദ കമ്പനി ബട്ട് നോട്ട് ഫോർ ദെയർ പേഴ്സണൽ യൂസ്. ബോർഡ് എന്നുള്ളത് കമ്പനിയുടെ പ്രോപ്പർട്ടി ഉപയോഗിക്കുന്നത് കമ്പനിയുടെ തന്നെ ലോങ് റൺ ഗെയിനിന് വേണ്ടിയിട്ടായിരിക്കണം, ആൻഡ് നോട്ട് ഫോർ ദ പേഴ്സണൽ യൂസ്. വ്യക്തികളുടെ പേഴ്സണൽ യൂസിന് വേണ്ടി ഒരിക്കലും കമ്പനികളുടെ പ്രോപ്പർട്ടി ഉപയോഗിക്കാൻ പാടില്ല. സോ ദേ ആക്ട് ആസ് ട്രസ്റ്റീസ് ടു ദ പ്രോപ്പർട്ടി ആൻഡ് വെൽഫെയർ ഓഫ് ദ കമ്പനി. കമ്പനിയുടെ പ്രോപ്പർട്ടിയുടെയും വെൽഫെയറിന് വേണ്ടി പ്രവർത്തിക്കുന്ന ട്രസ്റ്റികളായിട്ട് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് പ്രവർത്തിക്കണമെന്നുള്ളതാണ് അവരുടെ ആദ്യത്തെ ഡ്യൂട്ടി ആയിട്ടും റെസ്പോൺസിബിലിറ്റി ആയിട്ടും പ്രതിപാദിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഫോർമുലേഷൻ ഓഫ് മിഷൻ, ഒബ്ജക്ഷൻ ആൻഡ് പോളിസീസ് എന്ന് പറഞ്ഞാൽ എന്താ നോക്കാം. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് മസ്റ്റ് സീ ദ ലോങ് റൺ വ്യൂ ആൻഡ് ഹാവ് ലോങ് റൺ പേഴ്സ്പെക്റ്റീവ് ഓഫ് ദ കമ്പനി. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ലോങ് റൺ അല്ലെങ്കിൽ ദീർഘകാലത്തേക്കൊരു വ്യൂ ഉണ്ടായിരിക്കണം, ആൻഡ് ഹാവ് ലോങ് റൺ പേഴ്സ്പെക്റ്റീവ് ഓഫ് ദ കമ്പനി. കമ്പനിയുടെ ദീർഘകാല നടത്തിപ്പിന് വേണ്ടി അല്ലെങ്കിൽ ദീർഘകാല നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു പേഴ്സ്പെക്റ്റീവും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. ദ ബോർഡ് ഫോർമുലേറ്റ് റിവ്യൂസ് and formulates the company's mission, objectives and policies which form the basis for strategy formulation and implementation. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് കമ്പനിയുടെ പോളിസികളെ റിവ്യൂ ചെയ്യുകയും റീഫോർമുലേറ്റ് ചെയ്യുകയും കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സുകളും മിഷനുകളും തീരുമാനിക്കപ്പെടുകയും അതിൻ്റെ ഭാഗമായിട്ട് സ്ട്രാറ്റജി എന്നുള്ളത് ഫോർമുലേറ്റ് ചെയ്യുകയും ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും ചെയ്യുന്നത്. So it is the duty of the board of directors to implement the suitable strategies and formulate these strategies, objectives, policies, etc. and mission that should be analyzed, reviewed and reformulate. Next one പറയുന്നത് ഡിസൈനിങ് ദ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചർ ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ്. Board designs the structure of the organization based on the objectives, policies, environmental factors, degree of competition, role of quality, expectations of employees, etc. ബോർഡ് ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചർ ഡിസൈൻ ചെയ്യുന്നത് ഒബ്ജക്റ്റീവിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടും പോളിസികളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടും എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടും ഡിഗ്രി ഓഫ് കോമ്പറ്റീഷനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടും ക്വാളിറ്റി അടിസ്ഥാനപ്പെടുത്തിയിട്ടും എക്സ്പെക്റ്റേഷൻ ഓഫ് എംപ്ലോയീസിൻ്റെ എക്സ്പെക്റ്റേഷനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുമാണ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്നുള്ളത് ബോർഡ് ഡിസൈൻ ചെയ്യുന്നത്. സോ ദ ബോർഡ് ഡിസൈൻസ് ദ സ്ട്രക്ചർ ഓഫ് ദ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചർ ഡിസൈൻ ചെയ്യുക എന്നുള്ളത് മറ്റൊരു ഡ്യൂട്ടിയാണ്. based on the objectives, policies, environmental factors, degree of competition, role of quality, expectation of employees, etc. നെക്സ്റ്റ് പറയുന്നത് സെലക്ഷൻ ഓഫ് ടോപ്പ് എക്സിക്യൂട്ടീവ്സ്. ടോപ്പ് എക്സിക്യൂട്ടീവ്സിനെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഡ്യൂട്ടി ആൻഡ് റെസ്പോൺസിബിലിറ്റി ആയിട്ട് പറയുന്നത്. ബോർഡ് ഷുഡ് അസ്യൂം ദ റെസ്പോൺസിബിലിറ്റി ഓഫ് സ്ക്രീനിങ് ആൻഡ് സെലക്ടിങ് ദ ടോപ്പ് എക്സിക്യൂട്ടീവ്സ് ഹൂ ക്യാൻ ഫോർമുലേറ്റ് ആൻഡ് ഇംപ്ലിമെൻറ്റ് ദ സ്ട്രാറ്റജീസ്. സ്ട്രാറ്റജികൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാനും ഫോർമുലേറ്റ് ചെയ്യാനും ആവശ്യമുള്ള ടോപ്പ് എക്സിക്യൂട്ടീവ്സിനെ സെലക്ട് ചെയ്യുകയും സ്ക്രീനിങ് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റിയും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനുണ്ട്. സോ ദി ചീഫ് എക്സിക്യൂട്ടീവ്സ് ആർ ദ കീ പേഴ്സണൽ ഇൻ ദ പ്രോസസ് ഓഫ് സ്ട്രാറ്റജി ഫോർ ഇംപ്ലിമെൻറ്റേഷൻ. സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിലെ പ്രധാനപ്പെട്ട പേഴ്സണൽസ് അല്ലെങ്കിൽ കീ പേഴ്സണൽസ് എന്ന് പറയുന്നത് ഈ ചീഫ് എക്സിക്യൂട്ടീവ്സ് ആണ്. ഈ ചീഫ് എക്സിക്യൂട്ടീവ്സിന് അല്ലെങ്കിൽ ടോപ്പ് എക്സിക്യൂട്ടീവ്സിനെ സ്ക്രീൻ ചെയ്യാനും സെലക്ട് ചെയ്യാനുമുള്ള റെസ്പോൺസിബിലിറ്റി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് ഉണ്ട്. നെക്സ്റ്റ് പറയുന്നത് ഫിനാൻഷ്യൽ സാങ്ഷൻസ്. എന്താണ് ഫിനാൻഷ്യൽ സാങ്ഷൻസ് എന്ന് നോക്കാം. ദ ഇമ്പോർട്ടൻറ്റ് ഫിനാൻഷ്യൽ ഡിസിഷൻസ് ലൈക്ക് സാങ്ഷനിങ് ഓഫ് ഫിനാൻസസ് ടു വേരിയസ് പ്രൊജക്ട്സ്, റിസർവ്സ്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഫിറ്റ് ടു ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് റീപേയ്മെൻറ്റ് ഓഫ് ലോൺസ് ആൻഡ് അഡ്വാൻസസ് എക്സെട്ര ആർ ടേക്കൺ ബൈ ദ ബോർഡ്. Further, the board reviews the financial performance of the company from time to time and reformulates the financial policies. ഫിനാൻഷ്യൽ സാങ്ഷൻസ് എന്ന് പറഞ്ഞാൽ
പ്രധാനപ്പെട്ട ഫിനാൻഷ്യൽ ഡിസിഷൻസ് ആയിട്ടുള്ള സാങ്ഷനിങ് ഓഫ് ഫിനാൻസസ് ടു വേരിയസ് പ്രൊജക്ട്സ്, വ്യത്യസ്ത പ്രൊജക്റ്റുകളിൽ ഫിനാൻസ് സാങ്ഷൻ ചെയ്യുക, അതുപോലെ തന്നെ റിസർവുകൾ നടപ്പിലാക്കുക, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഫിറ്റ് ടു ഷെയർ ഹോൾഡേഴ്സിന് പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, അതുപോലെ തന്നെ റീപേയ്മെൻറ്റ് ഓഫ് ലോൺസ് ആൻഡ് അഡ്വാൻസസ് എക്സെട്ര ആർ ടേക്കൺ ബൈ ദ ബോർഡ്. ഇതെല്ലാം നടപ്പിലാക്കുന്നത് ബോർഡാണ്. അതുകൊണ്ട് ഇമ്പോർട്ടൻറ്റ് ഫിനാൻഷ്യൽ ഡിസിഷൻസ് ആയിട്ടുള്ള പ്രൊജക്റ്റുകളിൽ ഫിനാൻസ് സാങ്ഷൻ ചെയ്യുന്നതും റിസർവുകൾ സാങ്ഷൻ ചെയ്യുന്നതും ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഫിറ്റ് ടു ഷെയർ ഹോൾഡേഴ്സിന് പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതും ലോൺസ് ആൻഡ് അഡ്വാൻസസ് റീപേ ചെയ്യുന്നതും ഇതുപോലുള്ള ഫിനാൻഷ്യൽ ഡിസിഷൻസ് എല്ലാം സാങ്ഷൻ ചെയ്യുന്നത് ബോർഡാണ്. സോ ദ ബോർഡ് റിവ്യൂസ് ദ ഫിനാൻഷ്യൽ പെർഫോമൻസ് ഓഫ് ദ കമ്പനി ഫ്രം ടൈം ടു ടൈം ആൻഡ് റീഫോർമുലേറ്റ് ദ ഫിനാൻഷ്യൽ പോളിസീസ്. ഫിനാൻഷ്യൽ പോളിസികളെ ടൈം ടു ടൈമായിട്ട് അതിൻ്റെ പെർഫോമൻസുകൾ റിവ്യൂ ചെയ്യുകയും അതിനെ റീഫോർമുലേറ്റ് ചെയ്യുകയും ചെയ്യണം. ഫർദർ ദ ബോർഡ് റിവ്യൂസ് ദ ഫിനാൻഷ്യൽ പെർഫോമൻസ് ഓഫ് ദ കമ്പനി ഫ്രം ടൈം ടു ടൈം ആൻഡ് റീഫോർമുലേറ്റ് ദ ഫിനാൻഷ്യൽ പോളിസീസ്. നെക്സ്റ്റ് പറയുന്നത് ഫീഡ് ഫോർവേഡ് ആൻഡ് ഫീഡ്ബാക്ക്. Board has to obtain information from the external environmental factors and feed that information forward to various key points in the company in order to prevent possible hurdles and mistakes in the process of achieving organizational goals. ഓർഗനൈസേഷൻ്റെ ഗോളുകൾ നേടിയെടുക്കാൻ വേണ്ടി വരുന്ന പ്രധാനപ്പെട്ട ഹേർഡിൽസുകളെയും മിസ്റ്റേക്സുകളെയും പ്രിവെൻറ്റ് ചെയ്യാൻ ഫേമിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായിട്ടും എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സിനെ സംബന്ധിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് ഫീഡ് ചെയ്യുകയും ഫോർവേഡ് ചെയ്യുകയും ചെയ്യണം. എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിനെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഫാക്ടേഴ്സിനെ സംബന്ധിച്ചുള്ള ഇൻഫർമേഷൻസ് ഫീഡ് ചെയ്യുകയും കമ്പനിയുടെ കീ പോയിന്റുകളായിട്ട് അതിനെ ഫോർവേഡ് ചെയ്യുകയും ചെയ്യണം. ഫർദർ ദ ബോർഡ് ആൾസോ ഒബ്റ്റെയിൻസ് ദ ഇൻഫർമേഷൻ ഫ്രം ഇൻറ്റേർണൽ സോഴ്സസ് ഓഫ് ദ ഓർഗനൈസേഷൻ. അതേപോലെ തന്നെ എക്സ്റ്റേണൽ സോഴ്സസ് നിന്ന് ലഭിക്കുന്ന പോലെ തന്നെ ഓർഗനൈസേഷൻ്റെ ഇൻറ്റേർണൽ സോഴ്സസ് നിന്നും ബോർഡിന് ഇൻഫർമേഷൻസ് ഒബ്റ്റെയിൻ ചെയ്യും. ആൻഡ് ഫീഡ്സ് ഇറ്റ് ഫോർവേഡ് ടു പ്രിവെൻറ്റ് പോസിബിൾ ഫെയിലിയേഴ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ് ബൈ ദ ടോപ്പ് ലെവൽ എക്സിക്യൂട്ടീവ്സ്. ടോപ്പ് ലെവൽ എക്സിക്യൂട്ടീവ്സിൻ്റെ ഡിസിഷൻ മേക്കിങ്ങിൽ വരുന്ന പോസിബിൾ ഫെയിലിയേഴ്സിനെ പ്രിവെൻറ്റ് ചെയ്യാനും ഇതെന്ത് ചെയ്യാം, അവർക്ക് ഫോർവേഡ് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഫീഡ് ഫോർവേഡ് ആൻഡ് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? ബോർഡ് ഹാസ് ടു ഒബ്റ്റെയിൻ ഇൻഫർമേഷൻ ഫ്രം ദ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്. എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സിൽ നിന്നും ഇൻഫർമേഷൻ നേടിയെടുക്കാൻ ബോർഡിന് സാധിക്കും. ആൻഡ് ഫീഡ് ദാറ്റ് ഇൻഫർമേഷൻ ഫോർവേഡ് ടു വേരിയസ് കീ പോയിൻറ്റ്സ് ഇൻ ദ കമ്പനിയുടെ വേരിയസ് കീ പോയിൻറ്റിലേക്ക് അതിനെ ഫോർവേഡ് ചെയ്യുകയും ചെയ്യണം. നെക്സ്റ്റ് പറയുന്നത് ലിങ്ക് ബിറ്റ്വീൻ ദ കമ്പനി ആൻഡ് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ്. കമ്പനിയും എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റും തമ്മിലുള്ള ഒരു ലിങ്കായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. Board act as a vital and continuous link between the company and external environment like government and other companies, social and economic institutions, etc. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്നുള്ളത് കണ്ടിന്യൂസ് ലിങ്കായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. കമ്പനിയുടെയും കമ്പനിയുടെ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിൻ്റെയും കണ്ടിന്യൂസ് ലിങ്കായി പ്രവർത്തിക്കുന്നവരാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? ഗവൺമെൻറ് വരാം, അതർ സ്റ്റേക്ക് ഹോൾഡേഴ്സ് വരാം, അതുപോലെ തന്നെ കമ്പനികൾ വരാം, സോഷ്യോ ഇക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആകാം. ഇത്തരത്തിലുള്ളവരുമായിട്ട് ഒരു വൈറ്റൽ ആൻഡ് കണ്ടിന്യൂസ് ലിങ്ക് ക്രിയേറ്റ് ചെയ്യുന്നവരാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത്. സോ ദ ഡ്യൂട്ടീസ് ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആൻഡ് ദ ബോർഡ് ആർ പ്രൈമറിലി റെസ്പോൺസിബിൾ ഫോർ ലീഡിംഗ് ദ ഓർഗനൈസേഷൻ ഓൺ ബിഹാഫ് ഓഫ് ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. സ്റ്റേക്ക് ഹോൾഡേഴ്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ പൊതുവായ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെയും ഇൻട്രസ്റ്റിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ അവരുടെ ഇൻട്രസ്റ്റ് നിലനിർത്തിക്കൊണ്ട് അവരുമായിട്ട് നല്ല രീതിയിലുള്ള ഒരു ലിങ്ക് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസിൽ പെടുന്നതാണ്. അപ്പോൾ എന്താണ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത്? ട്രസ്റ്റിഷിപ്പ്, ഫോർമുലേഷൻ ഓഫ് മിഷൻ, ഒബ്ജക്ഷൻ ആൻഡ് പോളിസീസ്. മൂന്നാമത്തത് ഡിസൈനിങ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. നാലാമത്തത് സെലക്ഷൻ ഓഫ് ടോപ്പ് എക്സിക്യൂട്ടീവ്സ്. അഞ്ചാമത്തത് ഫിനാൻഷ്യൽ സാങ്ഷൻസ്. 6 ഫീഡ് ഫോർവേഡ് ആൻഡ് ഫീഡ്ബാക്ക്. 7 ലിങ്ക് ബിറ്റ്വീൻ ദ കമ്പനി ആൻഡ് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ്. നെക്സ്റ്റ് ഡ്യൂട്ടീസ് ഓഫ് ഡയറക്ടേഴ്സ് കുറച്ചുകൂടി സ്പെസിഫൈഡ് ആയിട്ട് പറയുന്നുണ്ട്. എന്തൊക്കെയാണ് കമ്പനിയുടെ ഡയറക്ടേഴ്സിൻ്റെ ഡ്യൂട്ടീസ് ആയിട്ട് പറയുന്നത്? ഫസ്റ്റ് വൺ പറയുന്നത് ഡിസൈഡിങ് ദ കമ്പനീസ് ഫ്യൂച്ചർ ഗോൾസ് ആൻഡ് പ്രയോറിറ്റീസ്. കമ്പനിയുടെ ഫ്യൂച്ചറിലുള്ള ഗോൾസും അതിൻ്റെ മുൻഗണനകളെ കുറിച്ചിട്ടും ഡിസൈഡ് ചെയ്യുക. ഫ്യൂച്ചറിൽ ഉണ്ടാകുന്ന കമ്പനിയുടെ ഗോൾസ് എന്താണെന്നുള്ളത് ഇപ്പോൾ തന്നെ ഡിസൈഡ് ചെയ്യുകയും അതിനെ പ്രയോറിറ്റികൾ കൊടുക്കുകയും ചെയ്യുക. കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ടു ഇൻഫോം ദം ഓഫ് ദ കമ്പനീസ് ഗ്രോത്ത് ആൻഡ് എൻഷുറിംഗ് ദെയർ ഇൻപുട്ട് പ്ലേസ് എ പാർട്ട് ഇൻ ദ കമ്പനീസ് ഫ്യൂച്ചർ. അതായത് കമ്പനിയുടെ ഗ്രോത്തിനെ സംബന്ധിച്ചുള്ള ഇൻഫർമേഷൻസ് കമ്പനിയുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും അത് ഇൻഫോം ചെയ്യുകയും അതോടൊപ്പം തന്നെ എൻഷുറിംഗ് ദെയർ ഇൻപുട്ട് പ്ലേസ് എ പാർട്ട് ഇൻ ദ കമ്പനീസ് ഫ്യൂച്ചർ. കമ്പനിയുടെ ഫ്യൂച്ചറിൽ അവരുടെ ഇൻപുട്ടുകൾ അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങളും അല്ലെങ്കിൽ അവരുടെ ഐഡിയാസും എല്ലാം കോൺട്രിബ്യൂഷൻസ് ആയിട്ട് സ്വീകരിക്കുകയും ചെയ്യാം. ചെക്കിംഗ് ദ എക്സ്റ്റേണൽ മാർക്കറ്റ് കണ്ടീഷൻസ്. എക്സ്റ്റേണൽ മാർക്കറ്റ് കണ്ടീഷൻസ് ചെക്കിംഗ് ചെയ്യുക എന്നുള്ളതും അല്ലെങ്കിൽ
പ്രൊഡക്റ്റുകളുടെ എക്സ്റ്റേണൽ മാർക്കറ്റിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ എക്കണോമികളെ സംബന്ധിച്ചുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക എന്നുള്ളതും ഡ്യൂട്ടീസ് ഓഫ് ഡയറക്ടേഴ്സ് ആയിട്ട് വരും. നെക്സ്റ്റ്, മോണിറ്ററിംഗ് ദ പെർഫോമൻസ് ഓഫ് എംപ്ലോയീസ് ആൻഡ് എൻകറേജിങ് ദം ടു അച്ചീവ് ദെയർ ടാർഗറ്റ്സ്. ഓരോ എംപ്ലോയീസിൻ്റെയും പെർഫോമൻസുകളെ വിശകലനം ചെയ്യുകയും അനലൈസ് ചെയ്യുകയും ടാർഗറ്റുകൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ എൻകറേജ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് ഡ്യൂട്ടീസ് ഓഫ് ഡയറക്ടേഴ്സ് ആയിട്ട് വരും. സോ നെക്സ്റ്റ് ഡ്യൂട്ടീസ് ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആർ മോണിറ്ററിംഗ് ദ പെർഫോമൻസ് ഓഫ് എംപ്ലോയീസ് ആൻഡ് എൻകറേജിങ് ദം ടു അച്ചീവ് ദെയർ ടാർഗറ്റ്സ്. എംപ്ലോയീസിൻ്റെ പെർഫോമൻസുകളെ മോണിറ്റർ ചെയ്യുക, ടാർഗറ്റുകൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി അവരെ എൻകറേജ് ചെയ്യുക എന്നുള്ളതും ഡയറക്ടറുടെ ഡ്യൂട്ടി ആയിട്ട് വരുന്നുണ്ട്. നെക്സ്റ്റ്, സെറ്റിംഗ് ദ ബഡ്ജറ്റ് ഫോർ ദ കമ്പനീസ് ഓപ്പറേഷൻ. കമ്പനിയുടെ ഓപ്പറേഷന് വേണ്ടിയിട്ടുള്ള അതുപോലെ തന്നെ കമ്പനീൻ്റെ ലോസ് മാർജിൻ ടാബ് ചെയ്യാനും ആവശ്യമുള്ള ബജറ്റ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് ഡ്യൂട്ടി. സെറ്റിംഗ് ദ ബജറ്റ് ഫോർ ദ കമ്പനീസ് ഓപ്പറേഷൻ ആൻഡ് കീപ്പിംഗ് ടാബ്സ് ഓൺ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് മാർജിൻ. പ്രോഫിറ്റ് ആൻഡ് ലോസ് മാർജിൻ്റെ ടാബ്സ് കീപ്പ് ചെയ്യുക. കമ്പനിയുടെ ഓപ്പറേഷന് വേണ്ട ബജറ്റ് സെറ്റപ്പ് ചെയ്യുക. നെക്സ്റ്റ്, ഡൂയിങ് എഫക്റ്റീവ് റിസ്ക് മാനേജ്മെൻറ്റ് അസസ്മെൻറ്റ്. അതായത് കമ്പനികളിൽ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ ഉണ്ടാകാവുന്ന റിസ്കിനെ പറ്റിയിട്ട് അസസ് ചെയ്യുകയും റിസ്കിനെ എങ്ങനെ എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യാം എന്നുള്ളതും നടപ്പിലാക്കുകയും ചെയ്യുക. സോ ഡൂയിങ് എഫക്റ്റീവ് റിസ്ക് മാനേജ്മെൻറ്റ് അസസ്മെൻറ്റ്, എഫക്റ്റീവായിട്ടുള്ള റിസ്ക് മാനേജ്മെൻറ്റിനെ അസസ് ചെയ്യുക എന്നുള്ളതും ഡയറക്ടറുടെ ഒരു പ്രധാനപ്പെട്ട ഡ്യൂട്ടിയാണ്. നെക്സ്റ്റ്, റിപ്പോർട്ടിംഗ് ബാക്ക് ടു ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ് അറ്റ് ദ ആനുവൽ ജനറൽ മീറ്റിംഗ്. ആനുവൽ ജനറൽ മീറ്റിംഗിലെ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് റിപ്പോർട്ടിംഗ് പ്രൊവൈഡ് ചെയ്യുക. ആനുവൽ ജനറൽ മീറ്റിംഗുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് അല്ലെങ്കിൽ എന്നാണ് ആനുവൽ ജനറൽ മീറ്റിംഗ് കൂട്ടുന്നതെന്നും അതിൻ്റെ ഡേറ്റ്, ടൈം, അതുപോലെ തന്നെ അതിൻ്റെ ഇൻവിറ്റേഷൻ, ഇത്തരത്തിലുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് റിപ്പോർട്ടിംഗ് ചെയ്യുക സ്റ്റേക്ക് ഹോൾഡേഴ്സിന്. നെക്സ്റ്റ്, ബീയിങ് ഇൻ ആൻ അഡ്വൈസറി കപ്പാസിറ്റി ടു ദ CEO. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് അഡ്വൈസറി കപ്പാസിറ്റി അവരുടെ അഡ്വൈസറുകൾ സ്വീകരിക്കുകയും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ അങ്ങോട്ട് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യാം. അതുപോലെ തന്നെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ് സ്ഥാപനത്തിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള അഡ്വൈസുകൾ അല്ലെങ്കിൽ ഉപദേശങ്ങൾ സ്വീകരിക്കുകയും അതുപോലെ തന്നെ അഡ്വൈസറി കപ്പാസിറ്റികളെ അനുസരിക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ ആവശ്യമായിട്ടുള്ള ഐഡിയാസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് അദ്ദേഹവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യാം. നെക്സ്റ്റ്, മേക്കിംഗ് ഷുവർ ദാറ്റ് ദ ഓർഗനൈസേഷൻ ഹാസ് എ ഗുഡ് സിസ്റ്റം ഓഫ് ഗവേണൻസ്. ഓർഗനൈസേഷന് നല്ല രീതിയിലൊരു ഗവേണൻസ് സിസ്റ്റം അല്ലെങ്കിൽ കോർപ്പറേറ്റ് ഗവേണൻസ് സിസ്റ്റം ഉണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തുക എന്നുള്ളതും ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഡ്യൂട്ടിയാണ്. നെക്സ്റ്റ്, എസ്റ്റാബ്ലിഷിംഗ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആൻഡ് ഫോമിംഗ് പോളിസീസ് ദാറ്റ് എവരി വൺ ഇൻ ദ കമ്പനി വുഡ് ഫോളോ. അതായത് എസ്റ്റാബ്ലിഷിംഗ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, റൂൾസും റെഗുലേഷൻസും എസ്റ്റാബ്ലിഷ് ചെയ്യുക. ആൻഡ് ഫോമിംഗ് ദ പോളിസീസ്, പോളിസികൾ നടപ്പിലാക്കുക. ദാറ്റ് എവരി വൺ ഇൻ ദ കമ്പനി വുഡ് ഫോളോ, കമ്പനിയിലെ എല്ലാവരും ഫോളോ ചെയ്യുന്ന, വുഡ് ഫോളോ എന്ന് പറഞ്ഞാൽ നിർബന്ധമായിട്ട് ഫോളോ ചെയ്യേണ്ട പോളിസികളും അതുപോലെ തന്നെ റൂൾസ് ആൻഡ് റെഗുലേഷൻസും എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതും ഡയറക്ടേഴ്സിൻ്റെ ഡ്യൂട്ടീസായിട്ട് പറയുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് കോഡ് ഓഫ് കണ്ടക്ട് ഓഫ് ഡയറക്ടേഴ്സ്. ഡയറക്ടേഴ്സിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു കോഡ് ഓഫ് കണ്ടക്റ്റിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അതായത് എന്തെല്ലാം മാർഗ്ഗങ്ങൾ അല്ലെങ്കിൽ എന്തെല്ലാം കോഡ് ഓഫ് കണ്ടക്റ്റാണ് അവർ ഓർഗനൈസേഷനിൽ പാലിക്കപ്പെടേണ്ടത് അല്ലെങ്കിൽ അവർ പാലിക്കപ്പെടേണ്ട അവരുടെ അധികാരങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ഫസ്റ്റ് വൺ പറയുന്നത് ടു നോട്ട് യൂസ് കമ്പനി ഇൻഫർമേഷൻ ഫോർ പേഴ്സണൽ ഗെയിൻ ഓർ ഇൻസൈഡർ ട്രേഡിംഗ്. അതായത് കമ്പനിയുടെ ഇൻഫർമേഷൻസ് ഇൻസൈഡർ ട്രേഡിങ്ങിനോ പേഴ്സണൽ ഗെയിനോ വേണ്ടി ഒരിക്കലും യൂട്ടിലൈസ് ചെയ്യാൻ പാടില്ല. നോട്ട് യൂസ് കമ്പനി ഇൻഫർമേഷൻ, കമ്പനിയുടെ വ്യക്തിപരമായ വിവരങ്ങൾ അല്ലെങ്കിൽ കമ്പനിയുടെ പൊതുവായ വിവരങ്ങൾ വ്യക്തിപരമായ ആവശ്യങ്ങൾക്കോ ഇൻസൈഡർ ട്രേഡിങ്ങിനോ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് ആദ്യത്തെ ഒരു കോഡ് ഓഫ് കണ്ടക്റ്റായിട്ട് അവർക്ക് പറയുന്നത്. ടു നോട്ട് യൂസ് കമ്പനി ഇൻഫർമേഷൻ ഫോർ പേഴ്സണൽ ഗെയിൻ ഓർ ഇൻസൈഡർ ട്രേഡിംഗ്. സെക്കൻഡ് വൺ പറയുന്നത് ടു നോട്ട് ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ദ പവർ ഓഫ് ദെയർ അതോറിറ്റി. അധികാരത്തിൻ്റെ ദുർവിനിയോഗം എന്ന് നടപ്പിലാക്കാൻ പാടില്ല. അധികാരമുണ്ടെന്നതിൻ്റെ നേട്ടം അല്ലെങ്കിൽ അതിൻ്റെ ദുർവിനിയോഗം അവരുടെ പ്രവർത്തനങ്ങളിൽ അവർ ഉപയോഗിക്കാൻ പാടില്ല. അധികാരം വിനിയോഗിക്കുക, പക്ഷേ അത് അമിതമായ വിനിയോഗം എന്ന് പറഞ്ഞാൽ ഒരു അടിച്ചേൽപ്പിക്കുന്ന മനോഭാവമോ അല്ലെങ്കിൽ ദുർവിനിയോഗമായിട്ടുള്ള മനോഭാവമോ ഒരിക്കലും അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ നേട്ടം അവർ അതിൽ നിന്നും ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ്, അവോയ്ഡ് കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ബിറ്റ്വീൻ പേഴ്സണൽ ഇൻട്രസ്റ്റ് ആൻഡ് ദ കമ്പനി. കമ്പനിയും പേഴ്സണൽ ഇൻട്രസ്റ്റും തമ്മിലുള്ള കോൺഫ്ലിക്റ്റുകൾ അവർ എന്ത് ചെയ്യണം? അവോയ്ഡ് ചെയ്യണം. അവോയ്ഡ് കോൺഫ്ലിക്റ്റ് ഓഫ് സ്വന്തം ഇൻട്രസ്റ്റിനേക്കാളും കമ്പനിയുടെ ഇൻട്രസ്റ്റിനായിരിക്കണം കൂടുതൽ താല്പര്യം കൊടുക്കേണ്ടത് അർത്ഥം. പേഴ്സണൽ ഇൻട്രസ്റ്റും കമ്പനി ഇൻട്രസ്റ്റും തമ്മിൽ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകാൻ പാടില്ല. അത്തരത്തിലുള്ള കോൺഫ്ലിക്റ്റുകൾ അല്ലെങ്കിൽ തർക്കങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ പരിഹരിക്കുക അവരുടെ തന്നെ സ്വയം ഡ്യൂട്ടിയായിട്ട് വരും. നെക്സ്റ്റ്, ടു മെയിൻറ്റെയിൻ റെപ്യൂട്ടേഷൻ ഓഫ് ദ ഓർഗനൈസേഷൻ ആൻഡ് നോട്ട് ഡു എനിത്തിങ് ദാറ്റ് കുഡ് ഡിസോണർ ദ കമ്പനി. അതായത് ഓർഗനൈസേഷൻ്റെ റെപ്യൂട്ടേഷൻ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുക. റെപ്യൂട്ടേഷൻ പറഞ്ഞാൽ ഗുഡ് വിൽ അല്ലെങ്കിൽ സമൂഹത്തിലുള്ള അതിൻ്റെ നിലവാരം മെച്ചപ്പെടുത്തുകയും അതുപോലെ തന്നെ
കമ്പനിക്ക് എതിരായിട്ടുള്ള അസത്യമായിട്ടുള്ള അല്ലെങ്കിൽ ഡിസോണർ ആയിട്ടുള്ള ആക്ടിവിറ്റികൾ ചെയ്യാതിരിക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരു ഡയറക്ടറുടെ കോഡാണ്. നെക്സ്റ്റ്, അറ്റൻഡ് ആൾ ബോർഡ് മീറ്റിംഗ് ആൻഡ് ഗിവ് യൂസ്ഫുൾ ഇൻസൈറ്റ്സ് ആൻഡ് ഐഡിയാസ്. എല്ലാ ബോർഡ് മീറ്റിങ്ങിലും പങ്കെടുക്കുകയും നല്ല നല്ല ഉപദേശങ്ങൾ പ്രൊവൈഡ് ചെയ്യുകയും നല്ല ഇൻസൈറ്റുകൾ അല്ലെങ്കിൽ ഉൾക്കാഴ്ചകൾ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതും കോഡ് ഓഫ് കണ്ടക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. നെക്സ്റ്റ്, ടു ഡിലിജൻ്റ്ലി ഫോളോ ദ ലീഡ് ആൻഡ് ഓർഡേഴ്സ് ഓഫ് ദ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഓഫ് ദ കമ്പനി ആൻഡ് നോട്ട് ഗോ എഗെയിൻസ്റ്റ് ഹിം. അതായത് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ കമ്പനിയുടെ ഏറ്റവും മുകളിലുള്ള അതോറിറ്റിയാണ്. ആ അതോറിറ്റി പറയുന്ന ഓർഡറുകളെ അനുസരിക്കുകയും അതുപോലെ തന്നെ അവരെ നയിക്കുകയും ചെയ്യുക. അവരെ നയിക്കുക എന്ന് പറഞ്ഞാൽ അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് ഫോളോ ചെയ്യുകയും ചെയ്യുക. ആൻഡ് നോട്ട് ഡു എഗെയിൻസ്റ്റ് ഹിം, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കാതിരിക്കുക എന്നുള്ളതും ബോർഡ് ഓഫ് ഡയറക്ടറുടെ ഒരു കോഡ് ഓഫ് കണ്ടക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. നെക്സ്റ്റ്, റെസ്പെക്ട് ദ അതോറിറ്റി ഓഫ് ഫെല്ലോ കൊളീഗ്സ്. ഒരേ കാറ്റഗറിയിൽ പെടുന്ന അല്ലെങ്കിൽ ഒരേ മേഖലയിൽ പ്രവർത്തിക്കുന്ന മറ്റ് കൊളീഗ്സുകളുമായിട്ട് അല്ലെങ്കിൽ അവരുടെ അധികാരത്തിന് എന്ത് ചെയ്യുക, റെസ്പെക്റ്റ് ചെയ്യുക. ഒരു ഡയറക്ടർ മാനേജിങ് ഡയറക്ടർ എന്നുണ്ടെങ്കിൽ മറ്റൊരു കമ്പനിയുടെ മാനേജിങ് ഡയറക്ടറെ അവിടെ എന്ത് ചെയ്യണം, അംഗീകരിക്കണം. അതുപോലെ തന്നെ ഒരു മാർക്കറ്റിംഗ് മാനേജർ എന്നെങ്കിൽ ഒരു പർച്ചേസ് മാനേജറെ അങ്ങനെ ഓരോ മേഖലയിൽ പെടുന്ന മറ്റ് അതോറിറ്റികളെയും അവരുടെ അംഗീകാരങ്ങളെ അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങളെയും അല്ലെങ്കിൽ ഫെല്ലോ കൊളീഗ്സിനെയും ആദരവോടുകൂടി കാണുക, അല്ലെങ്കിൽ റെസ്പെക്റ്റ് അല്ലെങ്കിൽ ബഹുമാനം അവർക്ക് നൽകുക എന്നാണ് സൂചിപ്പിക്കുന്നത്. ടു ആക്സെപ്റ്റ് ദ ഡിസിഷൻസ് വൺസ് ദേ ഹാവ് ബീൻ പാസ്ഡ്. ഒരിക്കൽ നൽകിയ ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ഒരിക്കൽ പാസ് ചെയ്യപ്പെട്ടുള്ള ഡിസിഷൻസിൽ നിന്ന് വ്യതിചലിക്കാതിരിക്കുക. ഡിസിഷൻസ് എപ്പോഴും ആക്സെപ്റ്റ് ചെയ്യുക. താൻ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് വ്യതിചലിക്കുന്ന ഒരു പ്രവണത ഒരിക്കലും ഒരു ബോർഡ് ഓഫ് ഡയറക്ടർ ഫോളോ ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് തന്നെ പറയുന്നത് ടു ആക്സെപ്റ്റ് ദ ഡിസിഷൻസ് വൺസ് ദേ ഹാവ് ബീൻ പാസ്ഡ്. പാസ് ചെയ്തിട്ടുള്ള ഡിസിഷൻസ് പൂർണ്ണമായിട്ടും ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ ഒരു കോഡ് ഓഫ് കണ്ടക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. ടു ആക്സെപ്റ്റ് ദ ഡിസിഷൻസ് വൺസ് ദേ ഹാവ് ബീൻ പാസ്ഡ്. പാസ് ചെയ്യപ്പെട്ടുള്ള ഡിസിഷൻസ് പൂർണ്ണമായിട്ടും ആക്സെപ്റ്റ് ചെയ്യുക. നെക്സ്റ്റ്, മെയിൻറ്റെയിൻ കോൺഫിഡൻഷ്യാലിറ്റി അബൌട്ട് ഇമ്പോർട്ടൻറ്റ് കമ്പനി ഇൻഫർമേഷൻ. കമ്പനിയുടെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻസിനെ സംബന്ധിച്ച് കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക. കോൺഫിഡൻഷ്യാലിറ്റി പറഞ്ഞാൽ രഹസ്യ സ്വഭാവത്തിൽ സൂക്ഷിക്കേണ്ട ഇൻഫർമേഷൻസ് പരസ്യമാക്കാതിരിക്കുക എന്ന് പറയും. അതുകൊണ്ട് നമ്മൾ എന്ത് പറയുന്നത്, കോൺഫിഡൻഷ്യാലിറ്റി കമ്പനിയുടെ പേഴ്സണൽ ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ വ്യക്തിപരമായ വിവരങ്ങൾ, അതായത് വ്യക്തിപരമായ വിവരങ്ങൾ എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ ഡിസ്ക്ലോഷേഴ്സ് ആകാം, ഓർഡർ ഡിസ്ക്ലോഷർ ആകാം. ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻസ് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, മറ്റൊരു കമ്പനിക്കോ അല്ലെങ്കിൽ പുറം ലോകത്തേക്കോ കൈമാറാൻ പാടില്ല. നെക്സ്റ്റ്, ടു ഹാവ് എ ഡിബേറ്റ് ഇൻ എ ലോജിക്കൽ കാം ഹെഡഡ് മാനർ ആൻഡ് കം ടു കൺക്ലൂഷൻ വിത്ത് ദ അപ്രൂവൽ ഓഫ് ദ മെജോറിറ്റി. ലോജിക്കലാകുന്ന രീതിയിലും അല്ലെങ്കിൽ ശാന്തമായ രീതിയിലും ഡിബേറ്റുകൾ നടത്താനുള്ള അവകാശം ഒരു ഡയറക്ടർക്കുണ്ട്. മെജോറിറ്റി ആളുകളുടെ തീരുമാനത്തിനനുസരിച്ചിട്ട് ഒരു ഡിബേറ്റ് കണ്ടക്ട് ചെയ്യാൻ. പക്ഷേ ഡിബേറ്റ് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനെയോ പരസ്യമായി അവഹേളിക്കുന്ന രീതിയിൽ അത്തരത്തിലുള്ള പ്രവണത ഉണ്ടാകാൻ പാടില്ല. സോ ടു ഹാവ് എ ഡിബേറ്റ് ഇൻ എ ലോജിക്കൽ കാം ഹെഡഡ് മാനറിലും ലോജിക്കൽ മാനറിലും ഡിബേറ്റുകൾ കണ്ടക്ട് ചെയ്യുകയും ഒരു പർട്ടിക്കുലർ പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടി മെജോറിറ്റികളുടെ അല്ലെങ്കിൽ കൂടുതൽ ആളുകളുടെയും അംഗീകാരം നേടിയെടുക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള ചർച്ചകൾ കണ്ടക്ട് ചെയ്യാൻ അധികാരവും അല്ലെങ്കിൽ കോഡ് ഓഫ് കണ്ടക്റ്റും ഒരു ബോർഡ് ഓഫ് ഡയറക്ടർക്ക് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ആക്ട് ഇൻ എ ഹോണസ്റ്റ്, പ്രൊഫഷണൽ ആൻഡ് റെസ്പെക്റ്റ്ഫുൾ മാനർ വിത്ത് ദ മെമ്പേഴ്സ് ഓഫ് ദ ബോർഡ് ആൻഡ് എംപ്ലോയീസ് ഓഫ് ദ കമ്പനി. മറ്റ് മെമ്പർമാരുമായിട്ട് നല്ല രീതിയിലുള്ള സത്യസന്ധപരമായിട്ടും പ്രൊഫഷണൽ എത്തിക്സിന് നിരക്കുന്ന രീതിയിലും അതുപോലെ തന്നെ റെസ്പെക്റ്റ്ഫുള്ളായിട്ടുള്ള മാനറിലും പ്രവർത്തിക്കുകയും കമ്പനിയിലെ എല്ലാ തൊഴിലാളികളുമായിട്ടും നല്ല രീതിയിലുള്ള റിലേഷൻഷിപ്പ് ഫോളോ ചെയ്യുകയും ചെയ്യുക എന്നുള്ളതും കോഡ് ഓഫ് കണ്ടക്റ്റ് ആയിട്ട് പറയുന്നത്. റെക്കഗ്നൈസ് ദാറ്റ് ആൾ ഹിസ് ആക്ഷൻസ് മസ്റ്റ് ലീഡ് ടു പ്രോപ്പർ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ദ കമ്പനി. അദ്ദേഹം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും കമ്പനിയുടെ ഗ്രോത്തിനും ഡെവലപ്മെൻറ്റിനും വേണ്ടിയിട്ടാണെന്നുള്ളത് റെക്കഗ്നൈസ് ചെയ്യണം, ഉറപ്പുവരുത്തണം. അതുപോലെ തന്നെ പെർഫോം ദ ഡ്യൂട്ടീസ് അസൈൻ ടു ദം വിത്തൗട്ട് ഫെയിൽ. അതായത് ഫെയിലിയർ ഇല്ലാതെ, വീഴ്ച വരുത്താതെ തന്നെ ഏൽപ്പിച്ച ജോലി അല്ലെങ്കിൽ തനിക്ക് ലഭിച്ചിട്ടുള്ള ഡ്യൂട്ടി പൂർണ്ണമായിട്ടും പെർഫോം ചെയ്യുക എന്നുള്ളതും ഒരു ബോർഡ് ഓഫ് ഡയറക്ടറിൻ്റെ കോഡ് ഓഫ് കണ്ടക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് കോഡ് ഓഫ് കണ്ടക്റ്റ് ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു? ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും പറഞ്ഞു. അതായത് ട്രസ്റ്റിഷിപ്പ്, ഫോർമുലേഷൻ ഓഫ് മിഷൻ, ഒബ്ജക്ഷൻ ആൻഡ് പോളിസീസ്, ഡിസൈനിങ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ, സെലക്ഷൻ ഓഫ് ടോപ്പ് എക്സിക്യൂട്ടീവ്, ഫിനാൻഷ്യൽ സാങ്ഷൻസ്, ഫീഡ് ഫോർവേഡ് ആൻഡ് ഫീഡ്ബാക്ക്, ലിങ്ക് ബിറ്റ്വീൻ ദ കമ്പനി ആൻഡ് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ്. അതിനുശേഷം നമ്മൾ ഡ്യൂട്ടീസ് ഓഫ് ഡയറക്ടേഴ്സ് പറഞ്ഞു. ഡയറക്ടേഴ്സിൻ്റെ പ്രധാനപ്പെട്ടുള്ള ഡ്യൂട്ടീസ് എന്തൊക്കെയാണ് പറഞ്ഞു. എത്ര ഉണ്ട്?
10 ഡ്യൂട്ടികളാണ് ഡയറക്ടേഴ്സിന് പ്രധാനമായിട്ടും പ്രതിപാദിച്ചിട്ടുള്ളത്. ആ 10 ഡ്യൂട്ടീസ് എന്താണെന്ന് മനസ്സിലാക്കി വയ്ക്കുക. നെക്സ്റ്റ് കോഡ് ഓഫ് കണ്ടക്ട് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ പ്രധാനപ്പെട്ടുള്ള കോഡ് ഓഫ് കണ്ടക്ട്, അതായത് പേഴ്സണൽ ഗെയിനിന് വേണ്ടിയിട്ടോ ഇൻസൈഡർ ട്രേഡിങ്ങിന് വേണ്ടിയിട്ടോ കമ്പനിയുടെ ഇൻഫർമേഷൻ യൂട്ടിലൈസ് ചെയ്യാൻ പാടില്ല. അധികാരത്തിൻ്റെ അല്ലെങ്കിൽ പവർ പൂർണ്ണമായിട്ട് ഉപയോഗിക്കാൻ പാടില്ല. അതായത് അധികാരം ഉപയോഗിക്കാം, പക്ഷേ അധികാരത്തിൻ്റെ ആ ഒരു ദുർവിനിയോഗം ഒരിക്കലും നടത്താൻ പാടില്ല. അധികാരം ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് എടുക്കാൻ പാടില്ല എന്നർത്ഥം. അതാണ് സൂചിപ്പിക്കുന്നത്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ടുള്ള കോഡ് ഓഫ് കണ്ടക്ട് ഓഫ്. അതുപോലെ റെസ്പെക്ട് ദ അതോറിറ്റി, എല്ലാ അതോറിറ്റിയും റെസ്പെക്ട് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ എല്ലാവരും ഈ ഭാഗത്തിൻ്റെ വീഡിയോ ത്രൂ ഔട്ട് കാണും. ഓക്കെ, താങ്ക് യു.